ഇനി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് എത്താൻ പോകുന്ന ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തേങ്ങ വെക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തേങ്ങ അത്രയ്ക്ക് ഇഷ്ടം കഴിക്കുന്ന ആളാണ്. അല്ല, തേങ്ങ കഴിക്കുന്ന ആളല്ല. തേങ്ങ കണ്ടാൽ അടിച്ചു പൊട്ടിച്ചു കളയും. 1 മിനിറ്റിനുള്ളിൽ 100-ൽ പരം തേങ്ങ അടിച്ചു പൊട്ടിക്കാൻ പറ്റും. 1 മിനിറ്റിനുള്ളിൽ ഒരിക്കലുമില്ല, ആലോചിക്കാൻ കൂടെ പറ്റില്ല. ഞാൻ പറ്റിച്ചിട്ടുണ്ട്. 100-ന് മേല് തേങ്ങ 1 മിനിറ്റ് കൊണ്ട് അടിച്ച് പൊട്ടിച്ചിട്ട് എത്ര തവണ റെക്കോർഡ് നേടിയെന്നറിയോ? ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ്, നമുക്ക് ആ ആക്ട് ഒന്ന് നേരിട്ട് കാണണ്ടേ? അദ്ദേഹത്തിനെ നമുക്ക് ഈ വേദിയിൽ തീർച്ചയായിട്ടും കാണണം. പിന്നെ തേങ്ങ വെള്ളം തരുമല്ലോ അല്ലേ എല്ലാവർക്കും. കരിക്ക് ഇന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹം കരിക്കിന്റെ ആക്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അത് എവിടെയൊക്കെ അടിച്ചാണ് എങ്ങനെയൊക്കെയാണ് പൊട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മിനിമം ഒരു 100-150 കരിക്ക് പൊട്ടിത്തെറിക്കും ഇന്ന്. എന്നാ അത് കണ്ടിട്ടേ കാര്യമുള്ളൂ അല്ലേ? തേങ്ങ കണ്ടാൽ അടിച്ചു പൊട്ടിക്കുന്ന ആളിനെ നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോവാണ്. അബീഷ്. ഇത് ജോൺസ് അംബ്രല്ല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. അബീഷ്, 100 എത്ര തേങ്ങയായിരുന്നു അവസാനം? 146 തേങ്ങ. 146 തേങ്ങയാണ് 1 മിനിറ്റിനുള്ളിൽ അടിച്ചു പൊട്ടിച്ചത്. അത് മാത്രമല്ല കലേഷ് ചേട്ടാ, ഞാൻ ഇദ്ദേഹത്തെ ഇപ്പൊ ഈ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ വോൾ, LED വോൾ തുറന്ന് ഇദ്ദേഹം കയറി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വലിയൊരു ജിമ്മൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എന്താണെങ്കിലും തേങ്ങയൊക്കെ പൊട്ടിക്കാനായിട്ടുള്ള ഒരു ഹെൽത്ത് ആണോ, ഐ മീൻ അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്യുന്നത്? അല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ശരീരം കാത്തു സൂക്ഷിക്കുന്നില്ല ആരും. ഓക്കെ, നമ്മൾ ഡ്രഗ്സിന് അടിമപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ നമുക്ക് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ദൈവം തന്ന ശരീരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആക്ട് കാണിക്കാൻ പറ്റും. യെസ്, അതാണ് നമ്മളുടെ ഇദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും തരാനുള്ള ഒരു മെസ്സേജ്. ഞങ്ങൾ എല്ലാവരും ഇത് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി ഇരുന്നാൽ മതി. ഈ അബീഷ് കാണിക്കാൻ പോകുന്ന പെർഫോമൻസ് രാജമൗലി കാണുകയാണെങ്കിൽ ബാഹുബലി 3 ചെയ്യുമ്പോഴത്തേക്ക് അബീഷ് ആയിരിക്കും ഹീറോ. അപ്പോ അബീഷിന്റെ ആക്ട് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ഇങ്ങനെ ബൾബായിട്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇന്ന് കാണിക്കാൻ? അതെ അതെ, നമ്മൾ പോവാം. ഓൾ ദി ബെസ്റ്റ്. അപേക്ഷ 2-3 ബാക്കി വയ്ക്കണേ. ഇവർക്ക് 3 പേർക്ക് കുടിക്കാൻ വേണമെന്നാ പറഞ്ഞേ. ചെല്ല് 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 ചെല്ല്, വേഗം വേഗം. ഒരാൾ കുടിക്കാൻ കൊടുക്കും. വേഗം അല്ല, സുധയ്ക്ക് വേണം. കുടിച്ചോ. പക്ഷെ അത് ഗ്ലാസ്സിലേക്ക് ISI മാർക്കുള്ള ഹെൽമെറ്റ് ആണ് അടുത്തതായിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അബീഷ്, നമ്മൾ എല്ലാവരും സാക്ഷികളാണ്. ISI മാർക്കുള്ള ഹെൽമെറ്റ് റെഡി. അടുത്ത ഒരു ഹോക്കി സ്റ്റിക്ക് ആണ്.
ഒരു ഹോക്കി സ്റ്റിക്ക്. അൺബിലീവബിൾ. അല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്ട്. അബീഷ് പൊളിച്ചു. സൂപ്പർ. അടിപൊളി, സൂപ്പർ. ഞാൻ കൈയൊന്ന് നോക്കിക്കോട്ടെ. മറ്റേ തേങ്ങ ഇത് അല്ല ഇതാക്കണ്ട, ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ ഹെഡ്, ഞങ്ങൾ അവിടെ സത്യം പറഞ്ഞു ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കാരണം ഇത് ഒറ്റ അടിക്കാണ് ഒരു അത് കൈകൊണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മുഴുവനായിട്ടുള്ള തേങ്ങ തല കൊണ്ട് അടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ ഈശ്വര, ഒന്നും പറയാനില്ല. ഒരു മിനിറ്റിൽ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്. 60 സെക്കൻഡ്. 60 സെക്കൻഡിനുള്ളിൽ എത്ര പുഷപ്പ് എടുക്കാൻ പറ്റും? ഒരു കണക്ക്, ഒരു ഉദ്ദേശ കണക്ക്. എനിക്കാണെങ്കിൽ 60 സെക്കൻഡിലാണെങ്കിൽ 60 മിനിറ്റിലാണെങ്കിലും ഒരു പുഷപ്പൊക്കെ പറ്റുള്ളൂ. കാരണം ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട്. അല്ല, ഞാൻ പിന്നെ എനിക്ക് ഒരു മാക്സിമം കൂട്ടിയെടുത്ത ശ്വാസമൊക്കെ വലിച്ചിട്ട് ഒരു മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ഒരു 40 പുഷപ്പ് മാക്സിമം എടുക്കാൻ പറ്റും. 40 പുഷപ്പ്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ റെക്കോർഡ് എത്രയാണെന്നറിയാമോ? എത്രയാണ്? 115 പുഷപ്സ് ഒരു മിനിറ്റിൽ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്രൂസ്ലി ലുക്ക. ബ്രൂസ്ലി ലുക്കാണെന്ന് മാത്രമല്ല, അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ ബ്രൂസ്ലി എന്നാണ്. ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന അദ്ദേഹമാണ് ഒരു ഉഗ്രൻ പെർഫോമൻസുമായിട്ട് KJ Joseph. This is John's Umbrella Grand Magical Circus, powered by Kandam Kulati, Kunguma Chandanadi, Fairness Oil and Amrita Bindu. 3, 2, 1. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 40, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 85, 87, 88, 89, 90, sorry, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95. 113 തന്നെയാ. എണ്ണം പറ്റുന്നില്ല. എണ്ണുന്നതിന് മുമ്പാ. എണ്ണം പറ്റുന്നില്ല, അതിനേക്കാളും ഫാസ്റ്റാ. ഞാൻ ഉറക്കെ വിളിച്ച് എണ്ണിപ്പോയി. അപ്പൊ എണ്ണിയിട്ട് എത്തുന്നില്ല. എത്രയായിരുന്നു കറക്റ്റ് കൗണ്ട്? നമുക്ക് വീഡിയോ നോക്കിയിട്ട് തീരുമാനിക്കാം. ഒരു പുതിയ റെക്കോർഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും? തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. എന്നാൽ സന്തോഷിക്കാൻ വകയുണ്ട്. മുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഞാൻ എണ്ണി തെറ്റിച്ചു. 105 ആണ് സാറിന്റെ നിലവിലുള്ള റെക്കോർഡ്. ഇപ്പോൾ ആ റെക്കോർഡ് ബ്രേക്ക് ആയിരിക്കുന്നു. ഒരു മിനിറ്റിൽ 106. 106 ആണ്. എല്ലാവരും ചേർന്നൊരു വലിയ കൈയടി. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ആദ്യമായിട്ടാണ് ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. അതും സ്വന്തം റെക്കോർഡ് തന്നെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ എടുത്ത വീഡിയോ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ ഗുണം ചെയ്തേക്കും. സ്വന്തം റെക്കോർഡ് തിരുത്തി ഒരു പുഷപ്പ് കൂടി എക്സ്ട്രാ ചെയ്തു. നമുക്കറിയാം, നമുക്ക് മാക്സിമം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 50 പുഷപ്പൊക്കെയാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അത് കഴിയുമ്പോൾ കയ്യും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങും സാധാരണക്കാര്. ഇത് 50 എന്നുള്ള അതിൻ്റെ ഇരട്ടി പോയി വീണ്ടും കൂട്ടിയെടുത്ത് 106 പുഷപ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഞാൻ എണ്ണി തെറ്റിച്ചതിന് സാറിനോട് സോറി പറയുന്നു. ഇനി സാറിൻ്റെ ഉഗ്രൻ പെർഫോമൻസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു സാർ. സോറി സാർ. എടാ, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതി. എടാ, അത് പറയണേന്നല്ലെന്ന്. നീ പറഞ്ഞു തന്നതൊക്കെ ഓക്കെ, അതൊക്കെ ഓക്കെ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹലോ, അതെ, പറഞ്ഞ് പറഞ്ഞങ്ങനെ കഴുത്തുളുക്കി കഴുത്തുളിക്കൊന്നുമല്ല, കണ്ടംകുളത്തി. കണ്ടംകുളത്തി ആ. ഞാൻ മാജിക്കാം. കേട്ടോ, പഠിച്ചല്ലോ. അത് ഓക്കെ. 4 ദോശ ചുട്ടു തരാന്ന് പറഞ്ഞാണ് ഞാൻ പഠിപ്പിച്ചെടുത്തത്. നീ ഇത് പഠിപ്പിച്ച് ശരിക്കും നന്നാ നിനക്ക് 40 ദോശ ഞാൻ ചുട്ടു തരും. പിന്നെ ഉള്ള ത്രാണിയുണ്ടോ? പിന്നെ ഞാനൊക്കെ ഉണ്ട്. പറയുമല്ലോ അല്ലേ. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചോളാം. അയ്യോ, മുടിച്ച വെയിറ്റ് ആണല്ലോ നിനക്ക്. എല്ലാം പഠിച്ചു. പഠിച്ചു കാണുമല്ലോ. എല്ലാം പഠിച്ചു. പോലീസ് കൊണ്ടുപോയി ചതച്ചല്ലേ പഠിച്ചു. പോലീസ് പെരുമാറിയത് പിന്നെ പഠിക്കാതിരിക്കില്ലല്ലോ. അതല്ലെന്ന് ആങ്കറിങ് മൊത്തം കറക്റ്റായിട്ട് ഞാൻ പഠിച്ചു. പഠിച്ചു, നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് 4 ദോശ ചുട്ടു തരാന്ന് പറഞ്ഞിട്ട് നല്ലപോലെ പഠിപ്പിച്ചാ വിട്ടിരിക്കും. അപ്പൊ ഇന്ന് ദോശ കിട്ടിയത് ദോശ കിട്ടിയത് തന്നെ. അപ്പൊ ഞാൻ പറയട്ടെ,
ചേട്ടാ, ചേട്ടാ എന്താണ്? പരിപാടി തീരാൻ സമയമായി. ഇനിയാണോ ഇതും പഠിച്ചോണ്ട് വരുന്നേ? പരിപാടി തീരാൻ പോവാണോ? നമ്മള് wind up ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. ആടാ അതെന്നാ പരിപാടിയാണ് അതെ, എന്തായാലും പഠിച്ചോണ്ട് ഏതായാലും വന്നല്ലേ. ചേട്ടൻ ചേട്ടാ ഒന്ന് പറഞ്ഞു നോക്ക്. അതെ, പറയണോ? ആ. Yeah. എല്ലാം പറയണേ. കറക്റ്റ് നാളെ ഞാൻ കേറും. ആ തീർച്ചയായിട്ടും അറിയില്ലേ ഇത് ചേട്ടൻ നാല് correct ദോശ ആയിട്ട് പറ. ഇതെന്താ 4 ദോശം? ചേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ കലേഷ് ചേട്ടന് പകരം ഞാൻ ചേട്ടൻ. Yes. അപ്പൊ തുടങ്ങാം. എന്താ രണ്ടാണുങ്ങൾ ചെയ്താ പറ്റില്ലേ? ആ, അല്ല, ചേട്ടൻ പറഞ്ഞു കേട്ടോ. ആ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാനൈറ്റ് മാർബിൾ കറക്റ്റ് എന്ന് പറഞ്ഞു തന്നാ ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. അത്രേ ഉള്ളോ? ആ. ഓക്കെ ഓക്കെ അല്ലേ? പിടിച്ചു. 1 2 3 പറയണോ? 1 2 3 സ്റ്റെപ്പ് പറഞ്ഞു. ഓ ഓക്കെ 1 2 3 ആ. സ്റ്റാർട്ട്. ഗ്രാനൈറ്റ് അയ്യോ ചേട്ടാ 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 ഒന്ന് പോയേട്ടാ. ചേട്ടൻ നമുക്ക് ഒന്ന് വൈൻഡപ്പ് നമ്മളിതൊന്ന് ചെയ്യാനുള്ള wind up വൈൻഡപ്പ് ചെയ്തോട്ടെ. ചെയ്യാനുള്ള വൈൻഡപ്പ് ചെയ്യാനുള്ള വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാ എന്റെ 2 ദോശ. നിന്റെ 2 ദോശ നിനക്ക് 40 ദോശ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞോ? ചേട്ടാ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യണമായിരുന്നു ചേട്ടാ. അല്ല അവയിലോ തോരനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തരായിരുന്നു. ഈ വൈൻഡപ്പ് എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അല്ല വൈൻഡപ്പ് എന്ന് പറഞ്ഞത് ഈ നമ്മുടെ എസ്തറിനെയും celebrity മാൻസിബിയൊക്കെ guests ഒന്ന് ഉണ്ട്. പറഞ്ഞു വിടണ്ടേ? അവരെയൊക്കെ പറഞ്ഞു വിടണം. എന്നാ പരിപാടിയാ നിങ്ങള് എന്താ അങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഗസ്റ്റായി വന്ന 2 പേരല്ലേ, അവർക്ക് നല്ലൊരു പാർട്ടി കൊടുക്കണം. ഇപ്പൊ പറഞ്ഞത് ഞാൻ. ശരിയാണോ? ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ന്യായം. ഒരു കാര്യം ചെയ്യ്. ആദ്യമായിട്ടൊരു നിങ്ങൾ അവരോട് സംസാരിച്ചിരിക്കാൻ ഞങ്ങൾ 2 പോയി വ്യൂറയിൽ നിന്ന് സാധനം എടുത്തിട്ട് വരാം. അല്ല അയ്യോ അതല്ല മറന്നുപോയി. ഞാൻ അകത്ത് ഞങ്ങൾ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഇങ്ങ് വരാം അങ്ങനെ പറ കേട്ടോ. വാ വേഗം പോയിട്ടാ. ഈ കോപ്പ നീ പഠിപ്പിച്ചു തരാന്നുണ്ടെ അള്ളാ എന്റെ 2 ദോശ പോയി. 4 ദോശ.